രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. നമസ്കാരം പ്രിയമുള്ളവരെ, ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും പരമപവിത്രമായ ശ്രീമദ് വാൽമീകി രാമായണം നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിച്ച ആദികവിയുടെ വാൽമീകി മഹർഷിയുടെ പാദപങ്കജങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളട്ടെ. വാൽമീകി രാമായണത്തെ ആസ്പദമാക്കിയുള്ള നമ്മുടെ ചർച്ചാ ക്ലാസ് ഈ രാമായണ മാസം തുടങ്ങിയത് മുതൽ നടന്നു വരികയാണ്. നാം ബാലകാന്ഡം പൂർത്തിയാക്കി അയോധ്യാകാന്ഡത്തിലേക്ക് പ്രവേശിച്ചു. ഏതാനും ദിവസങ്ങളും കഴിഞ്ഞു. അയോധ്യാകാന്ഡത്തിൽ ശ്രീരാമചന്ദ്ര മഹാപ്രഭു കാനനത്തിലേക്ക് പോകാനായിട്ട് കൈകേയിയുടെ താല്പര്യമനുസരിച്ച് അച്ഛനെ സത്യപ്രതിജ്ഞനാക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ച് അമ്മയുടെ അനുവാദത്തിനായി കൗസല്യയുടെ കൊട്ടാരത്തിലെത്തി അമ്മയെ കണ്ട് വന്ദിച്ച് കാര്യങ്ങൾ വളരെയേറെ ആദരപൂർവകം അമ്മയെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് പറയുന്നത് നാം കേട്ടു. തന്റെ മകൻ കാനനത്തിലേക്ക് പോകുന്നത് ആ അമ്മയ്ക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല. തന്റെ ദുഃഖങ്ങളെല്ലാം അമ്മ പറയുകയും കാനനത്തിൽ പോകരുത് എന്ന് രാമനെ പ്രതിബന്ധിക്കുകയും ചെയ്തു. ഈ അവസരത്തിൽ ലക്ഷ്മണൻ വളരെയേറെ ക്രോധിച്ചു. രാമന് അവകാശപ്പെട്ടതായ കിരീടം അത് ധരിപ്പിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് രാമനെ കാനനത്തിലേക്ക് അധാർമികമായ മാർഗത്തിലൂടെ പറഞ്ഞയക്കുന്നത് അംഗീകരിക്കാൻ ലക്ഷ്മണന് സാധിക്കുമായിരുന്നില്ല. പടവില്ലുമെടുത്ത് യുദ്ധത്തിനിറങ്ങുകയാണ് ലക്ഷ്മണൻ. രാമനെ സിംഹാസനത്തിലിരുത്തി അഭിഷേകം കഴിക്കും. ഇതായിരുന്നു ലക്ഷ്മണന്റെ ഉറച്ച അഭിപ്രായം. അതിനെതിരായിട്ട് ആര് തന്നെ പ്രവർത്തിച്ചാലും അവരെയെല്ലാം ഈ ഭൂലോകത്ത് നിന്ന് തന്റെ അമ്പുകൾ കൊണ്ട് താൻ പറഞ്ഞയക്കും. ലക്ഷ്മണൻ ക്രോധത്തോടു കൂടിയിട്ട് രാമസമക്ഷം പറഞ്ഞു. എന്നിട്ട് അമ്മയ്ക്ക് ധൈര്യം കൊടുത്തുകൊണ്ട് തന്റെ നിശ്ചയം അറിയിക്കുകയും ചെയ്തു. രാമൻ പോകുന്നത് എങ്ങോട്ടായാലും, അത് അഗ്നിയിലേക്കായാലും കാട്ടിലേക്കായാലും, രാമൻ അവിടേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് താൻ മുന്നാലെ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കും. ഇതായിരുന്നു അമ്മയ്ക്ക് ലക്ഷ്മണൻ കൊടുത്തതായ ഉറപ്പ്. ഇങ്ങനെ ലക്ഷ്മണൻ ക്രോധാവേശത്തോടു കൂടിയിട്ട് അച്ഛനെ ബന്ധിക്കണം വേണ്ടി വന്നാൽ എന്ന് പറഞ്ഞിട്ട് വില്ലുമെടുത്ത് പോരിന് നിൽക്കുന്ന അവസരത്തിൽ കൗസല്യയും രാമനോട് കാനനത്തിലേക്ക് പോകരുത് എന്ന് വളരെയേറെ
സ്നേഹത്തോടുകൂടി നിർബന്ധപൂർവകമായിട്ട് രാമനോട് ഉപദേശിച്ചു. ലക്ഷ്മണൻ പറയുന്നത് നീ കേട്ടില്ലേ, ഉചിതമായിട്ടുള്ളത് നീ ചിന്തിച്ച് പ്രവർത്തിച്ചു കൊള്ളുക. രാമൻ കാനനത്തിലേക്ക് പോകാൻ പാടില്ല, തന്റെ കൊട്ടാരത്തിൽ തന്നെ വസിക്കണം, തന്നോടൊപ്പം ഇവിടെ ഈ അയോധ്യയില് എന്നൊക്കെ ആ അമ്മ പറഞ്ഞു. ഗുരുത്വം കൊണ്ട് അച്ഛനും ഞാനും ഒന്നുപോലെ തന്നെയാണ്. അതിനാൽ അമ്മയുടെ വാക്കനുസരിച്ചിട്ട് നീ ഇവിടെ അമ്മയെ ശുശ്രൂഷിച്ചുകൊണ്ട് കഴിയുക. ആ അമ്മ വളരെയേറെ സ്നേഹത്തോടു കൂടിയിട്ട് രാമനോട് പറഞ്ഞു. കരഞ്ഞുകൊണ്ടാണ് അമ്മയുടെ വാക്കുകളെല്ലാം ഇങ്ങനെ പുറപ്പെടുന്നത്. ആ അവസരത്തിൽ ശ്രീരാമചന്ദ്രൻ അമ്മയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ അമ്മേ, ധർമ്മത്തിന്റെ സൂക്ഷ്മസ്ഥിതി അമ്മയ്ക്കും അറിയുന്നതാണല്ലോ. അച്ഛനെ സത്യപ്രതിജ്ഞനാക്കേണ്ടത് എന്റെ കർത്തവ്യം. അതിനാൽ ഞാൻ കാനനത്തിലേക്ക് പോകുന്നു. അമ്മ അതിന് അനുവദിക്കണം, അനുഗ്രഹിക്കണം എന്ന് അമ്മയെ പറഞ്ഞ് അമ്മയെ സമാധാനിപ്പിച്ചിട്ട് ലക്ഷ്മണന്റെ അടുത്ത് ചെന്ന് ലക്ഷ്മണനെ ഉപദേശിക്കുകയാണ്. രാമനറിയാൻ ലക്ഷ്മണന്റെ മനസ്സിൽ ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണം കൈകേയിയും ദശരഥനുമാണ് എന്ന് ഉറപ്പുണ്ട്. ഇത് ലക്ഷ്മണന്റെ മനസ്സിൽ നിന്ന് ദൂരീകരിച്ചേ പറ്റൂ. രാമൻ ചിന്തിച്ചു. യഥാർത്ഥത്തില് തന്റെ കാനനവാസത്തിന് ആസ്പദം കൈകേയിയോ ദശരഥനോ അല്ല, പിന്നെയോ അത് ലോകഹിതാർത്ഥമായി ഈശ്വര നിശ്ചയമാണ്. ശ്രീരാമചന്ദ്രന് നന്നായി അറിയാം. രാമൻ നേരത്തെ തന്നെ പുത്രധർമ്മത്തെ ഓർമ്മിപ്പിച്ച് ലക്ഷ്മണനെ സാന്ത്വനപ്പെടുത്തിയ രാമൻ വീണ്ടും അതിന്റെ തുടർച്ചയായിട്ട് ലക്ഷ്മണനോട് പറയാണ്, അല്ലയോ ലക്ഷ്മണ, നിഗൃഹ്യ രോഷം ശോകം ച ധൈര്യം ആശ്രിത്യ കേവലം. ശോകത്തെ നീ പരിപൂർണമായിട്ടും നിയന്ത്രിക്കുക, അതേപോലെ തന്നെ നീ കോപത്തെയും നിയന്ത്രിക്കുക. എന്നിട്ട് മനസ്സിൽ ആ ധൈര്യത്തെ, അധർമ്മത്തിലുള്ള പൂർണമായ വിരോധം, അതിനെ ധർമ്മത്തിലുള്ള പൂർണമായ സ്ഥിതി, അതിനെ നീ മനസ്സിൽ ഉറപ്പിക്കുക. അച്ഛനെ സത്യപ്രതിജ്ഞനാക്കുക എന്നുള്ളതാണ് പുത്രധർമ്മം എന്നുള്ള ആ യാഥാർത്ഥ്യത്തിൽ നിന്റെ മനസ്സിനെ ഉറപ്പിക്കുക. അങ്ങനെ അല്ലയോ ലക്ഷ്മണ, മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് അവമാനം നിരസ്യൈനം, ഈ അപമാനത്തെ നീ പൂർണ്ണമായും മനസ്സിൽ നിന്ന് പുറന്തള്ളി. സമൂഹത്തിന്റെ മുന്നില് സാധാരണക്കാർ ആര് ചിന്തിക്കുമ്പോഴും ഇത് രാമന്റെ നേരെ നടന്ന ഒരു അതിക്രമമാണ്, രാമനെ അപമാനിച്ചതാണ്. കൊട്ടാരത്തിന്റെ ഉള്ളില് ഇരുന്ന രാമനെ വിളിച്ചു വരുത്തിയിട്ട് നാളെ നിനക്ക് അഭിഷേകം എന്ന് പറഞ്ഞ് അതിന് വേണ്ടുന്ന സംഭാരങ്ങളെല്ലാം ഒരുക്കിയിട്ട് തൊട്ട് മുമ്പുള്ള നിമിഷത്തിൽ നിനക്ക് രാജ്യമില്ല, നീ കാട്ടിലേക്ക് പോകണമെന്ന് പറയുന്നത്, അതും രാമൻ അവകാശപ്പെട്ടതായ രാജ്യം അതില്ല എന്ന് പറയുന്നത് രാമനോട് ചെയ്യുന്ന അനീതിയാണ് എന്ന് മാത്രമല്ല രാമനിൽ ഏൽപ്പിക്കപ്പെട്ട അവമതിയുമാണ്. ആ അപമാനഭാരം ലക്ഷ്മണനെ വല്ലാതെ വേദനിപ്പിക്കുന്നു. രാമന് യാതൊരു അപമാനവും അതിൽ തോന്നുന്നില്ല. പിന്നെയോ രാമന്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് പിതാവിന് പുത്രൻ സമർപ്പിക്കാനുള്ളതായ സേവനമാണ്. അത് മാത്രമേ രാമന്റെ മനസ്സിലുള്ളൂ. അതുകൊണ്ട് അവമതി എന്നുള്ള ചിന്തയെ അവിടെയില്ല. പക്ഷേ ലക്ഷ്മണന്റെ മനസ്സില് ക്രൂരമായ അവമതി ഇതാ സംഭവിച്ചിരിക്കുന്നു എന്നുള്ള വിചാരമുണ്ട്. അത് രാമൻ അറിയാം. അതുകൊണ്ട് ആ അവമാനത്തെക്കുറിച്ചുള്ളതായ നിന്റെ ആ ഒരു വിചാരത്തെയും നീ ദൂരീകരിക്കണം. ശോകവും ക്രോധവും അപമാന ഭാരവും ഒക്കെ നീ ദൂരീകരിച്ചിട്ട് ഗൃഹീത്വ ഹർഷമുത്തമം, ഉത്തമമായിരിക്കുന്ന ഹർഷത്തെ, സന്തോഷത്തെ നീ സ്വീകരിക്കണം. ഈ ലോകത്തില് ഏതൊരു മനുഷ്യനും ഏതൊരു ജീവിക്കും അത്യധികം ശ്രേയസ്കരമായിരിക്കുന്നത് മനസ്സിനെ എപ്പോഴും ആനന്ദത്തിൽ തന്നെ ഉറപ്പിച്ചു നിർത്തുകയാണ്. അതാണ്
ചിത്തത്തിന്റെ ഏകാഗ്രതയ്ക്കും ചിത്തത്തിന്റെ ബ്രഹ്മപദത്തിലേക്ക് പോകാനുള്ള ആ പ്രയാണത്തിന്റെ ശക്തിക്കും അനുകൂലമായിട്ടുള്ളത്. അല്ലെങ്കിലോ മനസ്സിൽ ശോകം നിറഞ്ഞാലോ ക്രോധം നിറഞ്ഞാലോ കാമക്രോധ ലോഭം മോഹാദികൾ വളർന്നു കഴിഞ്ഞാലോ മനസ്സിന്റെ ശക്തി ചിതറിയിട്ട് മനസ്സിന്റെ ഏകാഗ്രത നഷ്ടപ്പെട്ടിട്ട് അത് പല വഴിക്ക് ബാഹ്യലോകത്തില് ഓടിച്ചാടി തകരും. അങ്ങനെ വരാൻ പാടില്ല. വെളിയിലേക്ക് പാഞ്ഞു പോകുന്നതായ മനസ്സിന്റെ ശക്തികളെ തടഞ്ഞു നിർത്തിയിട്ട് അതിനെ ഉള്ളിലേക്ക് നയിക്കണം. അങ്ങനെ മനസ്സിന്റെ ശക്തി നഷ്ടപ്പെടാതെ മനസ്സിനെ ഉള്ളിൽ ഏകാഗ്രമാക്കണം. അങ്ങനെ വരുമ്പോഴേക്കും മനസ്സിന്റെ ചാഞ്ചല്യം കുറഞ്ഞ് മനസ്സ് നിശ്ചലമായി തുടങ്ങും. അതാണ് ധൈര്യത്തെ ഉറപ്പിച്ചിട്ട് മനസ്സിൽ ആനന്ദത്തെ വളർത്തുക. എപ്പോഴാണോ മനസ്സ് നിശ്ചലമായി തുടങ്ങുന്നത് അപ്പോഴേക്കും ആനന്ദം തെളിഞ്ഞു തെളിഞ്ഞ് അനുഭവപ്പെടും. ആനന്ദം കുടികൊള്ളുന്നത് വെളിയിലെങ്ങുമല്ല, ആനന്ദം കുടികൊള്ളുന്നത് ബാഹ്യവസ്തുക്കളിലെങ്ങുമല്ല. ആനന്ദം കുടികൊള്ളുന്ന അവരവരുടെ ഉള്ളിലാണ്. അവരവരുടെ സ്വരൂപമാണ് ആനന്ദം. ആ ആനന്ദം മറയ്ക്കപ്പെട്ടിരിക്കുന്നു ചിത്തത്തിന്റെ ചഞ്ചലത മൂലം. വെള്ളം ഇളകിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഉള്ളിലുള്ള പദാർത്ഥങ്ങളൊന്നും തെളിഞ്ഞു കാണാനാവില്ല. ഒരു ചെറിയ പാത്രമായിരുന്നാൽ പോലും അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന നാണയം നമുക്ക് കാണണമെങ്കിൽ അതിലെ വെള്ളം നിശ്ചലമായിരിക്കണം. വെള്ളം ഇളകിക്കൊണ്ടിരുന്നാലോ ഉള്ളിൽ കിടക്കുന്ന നാണയം കാണപ്പെടുകയില്ല. അപ്പോ മനസ്സിന്റെ അവസ്ഥ ഇതിന് സമാനമാണ്. മനസ്സിന്റെ ഉപരിതലം കാമക്രോധാദികളാൽ ഇളകി മറിഞ്ഞുകൊണ്ടിരുന്നാലേ ഉള്ളിൽ കിടക്കുന്ന ഏറ്റവും വലിയ രത്നം പരമാത്മ സ്വരൂപം അത് മറയ്ക്കപ്പെട്ടു പോകും.